കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടെയുണ്ട് ബാക്കി. സിനിമാ ഡയലോഗിനെ അന്വർത്ഥമാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്ത് നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയെങ്കിൽ തെറ്റിയെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ വ്യക്തമായ നടപടികൾ സ്വീകരിക്കുന്നതുവരെ പാർലമെന്റിൽ പ്രതിഷേധിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. പ്രധാന പടിയിറങ്ങേണ്ടി വന്നു, അയാൾ പോയത് നന്നായി. എന്നാൽ ഇനി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും RSSനെയും വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പുതിയ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. RSS ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കൈയടക്കിയിരിക്കുന്നു. മോദിയാണ് ഒന്നാം നമ്പർ കുറ്റക്കാരനെങ്കിൽ RSSും തുല്യമായി തെറ്റുകാരാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കാർന്നു തിന്നുന്ന ചിതലുകളാണ് RSS എന്നും പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പുനർരൂപീകരിക്കുന്നതിനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. ശേഷിക്കുന്ന 2 ആവശ്യങ്ങൾ കൂടി ബാക്കിയുണ്ടെന്നും രാഹുൽ പറയുന്നുണ്ട്. വിദ്യാർത്ഥികളോടും ഇന്ത്യയുടെ ഭാവിയോടും ആദരവ് പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി മാപ്പ് പറയണം. വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമങ്ങൾക്ക് കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഈ ആവശ്യങ്ങൾ കൂടി നേടിയെടുക്കുന്നതുവരെ പാർലമെന്റിനുള്ളിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് രാഹുൽ ഗാന്ധി നൽകുന്നത്. പ്രധാനെ താഴെയിറക്കി സ്വസ്ഥമായി ഭരണത്തിൽ തുടരാമെന്ന ചിന്തയിൽ മുന്നോട്ട് പോയ മോദിക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് തന്റെ എക്സ്പോസ്റ്റിലൂടെ രാഹുൽ ഗാന്ധി നൽകുന്നത്. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങളെക്കുറിച്ചോർത്ത് അഭിമാനിക്കുന്നു. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ തെരുവിലിറങ്ങി ജാതിയും ഭരണഘടനയും സ്വന്തം ഭാവിയും സംരക്ഷിക്കാൻ ഉറച്ചുനിന്ന ഓരോ യുവാവിനും ഓരോ വിദ്യാർത്ഥിക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇതായിരുന്നു രാഹുലിന്റെ ആദ്യ വാക്കുകൾ. പിന്നാലെയാണ് മോദിയോട് സ്വസ്ഥമായി ഇരിക്കുമെന്നാണോ വിചാരമെന്ന് കൂടി രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾക്കായി കർഷകർ, തൊഴിലാളികൾ, പാവപ്പെട്ടവർ ഈ സർക്കാർ അടിച്ചമർത്തുകയും ചവിട്ടിമുതിക്കുകയും ചെയ്ത ഓരോ വ്യക്തിക്കും തങ്ങളുടെ അന്തസ്സിനു വേണ്ടി ഭരണഘടനാപരമായ രീതിയിൽ ഉറച്ചു നിൽക്കുന്നതിലാണ് യഥാർത്ഥ ധൈര്യം അടങ്ങിയിരിക്കുന്നത്. ഈ സർക്കാരിനെ പുറത്താക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും ഭയപ്പെടാതെ മുന്നോട്ട് പോകാമെന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. സമാനമായ രീതിയിലാണ് പ്രിയങ്ക ഗാന്ധിയും പ്രതികരിച്ചിരിക്കുന്നത്. തങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിച്ചവരിൽ നിന്ന് ഇന്ത്യയിലെ യുവജനങ്ങൾ രാജ്യത്തെ തിരിച്ചു പിടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നായിരുന്നു അവർ പറഞ്ഞത്. ജനാധിപത്യ വിരുദ്ധവും അടിച്ചമർത്തുന്നതുമായ ഒരു സർക്കാരിനെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇച്ഛയ്ക്ക് മുന്നിൽ വഴങ്ങാൻ നിർബന്ധിതമാക്കിയ ദിവസമാണ് കടന്നുപോയത്. ശരിക്കു വേണ്ടി ഉറച്ചു നിൽക്കുന്ന എല്ലാ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും നിങ്ങളുടെ ആത്മവീര്യത്തെ ഒരിക്കലും തളർത്താൻ അനുവദിക്കരുതെന്നും നിങ്ങളാണ് നമ്മുടെ മനോഹരമായ രാജ്യത്തിന്റെ ആത്മാവെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയങ്ക. പിന്നീടാണ് പാർലമെന്റിനുള്ളിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന സന്ദേശം പ്രിയങ്ക ഗാന്ധിയും നൽകുന്നത്. ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഒറ്റയ്ക്ക് പൂട്ടിയ പ്രിയങ്ക ഈ സമ്മേളന കാലയളവിലും അത് ആവർത്തിക്കുമെന്നാണ് പറയുന്നത്. പ്രധാന്റെ രാജി എന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഏർപ്പാടാണെന്ന് ഇന്ത്യ സഖ്യം പറയുമ്പോൾ മാപ്പ് പറയാതെ മോദിയെ പാർലമെന്റിൽ സ്വസ്ഥമായിരിക്കാൻ അനുവദിക്കില്ലെന്നുകൂടി പറയുന്നുണ്ട്. രാഹുൽ തന്റെ എക്സ്പോസ്റ്റിൽ പങ്കുവച്ച വാക്കുകൾ കൂടി ചേർക്കുന്നുണ്ട്. കണ്ടു നോക്കാം. Education Minister Dharmendra Pradhan's resignation is a huge step in rebuilding our education system. It's a symbolic step because he was a symbol, but it is still a big step. And I want to congratulate every single student, every single youngster who came out on the streets and fought for democracy, fought for the future of this country, and defended the Constitution. I'm proud of you. Well done. It's also a signal to other parts of society, farmers, laborers, poor people, anybody who this regime is attacking and oppressing. There is wisdom and courage in standing up. Daro mat, let's get rid of this regime that is attacking India, destroying our constitution, capturing all our institutions. Let me remind the government, there is still 2 demands outstanding. The first one, and most important one, anybody who has raised a finger on our students, beaten them, shot at them, has to be held accountable. People who've organized it, people who've implemented it, all have to be punished. And the final demand, that the Prime Minister of India, out of respect for the students of India, out of respect for the future of India, has to apologize to the students who were brutalized and attacked. Thank you. Jai Hind.